ഞാൻ ഹൈമാവതി. ഹൈമാവതി കൃഷി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ വീടും പരിസരവും നിങ്ങൾ പരിചയപ്പെടുത്തലാണ്. ഞാനിന്ന് ഇവിടെ ഒന്ന് ഇതാണ് എൻ്റെ വീടും ചുറ്റുവട്ടം. ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട് കണ്ടാ. ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീടായത്. ഇത് കങ്ങ് തെങ്ങ് ഇതെല്ലാം ഉള്ള ഇതാണ്. ഈ കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലം ഇതിപ്പം ഇക്കെല്ലാം കായ്ക്കും. 2 കൊല്ലം കഴിഞ്ഞത്രേ. ഇതെല്ലാം 2 കൊല്ലം കഴിഞ്ഞത്രേ. മൂന്നാമത്തെ കൊല്ലം പറഞ്ഞതേ ഉള്ളൂ. ഇതിക്കെല്ലാം വെച്ചതാണ് ഇത്. ഈ കഴിഞ്ഞ് ഈ വാഴയെല്ലാം എൻ്റെതാണ്. ആണെന്നില്ലേ? ഇതെല്ലാം വെച്ചതാണ്. അവിടെ ഒരു കൊലിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ അതാ ഒരു കൊലിയുണ്ട് അവിടെ. വേണ്ട, ഒരു വലിയൊരു കൊലിയുണ്ട് അവിടെ. ഒരു വലിയൊരു കൊലിയുണ്ട് അവിടെ. അത് കൊത്താനായിട്ടുണ്ട്. അത് കൊത്തണം. പിന്നെ ഇത് കഴുങ്ങാണ്. ഇവിടെ പശുവെല്ലാം ഉള്ളതുകൊണ്ട് ഒരു കിണർ വെള്ളം മതിയാവില്ല വെച്ചിട്ട് ഒരു കുഴൽക്കിണറും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഴൽക്കിണർ അത് കർമ്മൂസ് പപ്പായ കണ്ട. അത് ഈ റോഡിന് ഇപ്പുറത്തുള്ള എൻ്റെ അതിലെ കൂടി ഉള്ളതാണ്. ഇതെല്ലാം ആ വാഴയും അടക്കണ്ട ഒരു കർമ്മൂസ് ഉണ്ടോ. നല്ല കർമ്മൂസ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് എൻ്റെ ആലയാണ്. പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആലയാണ്. അപ്പുറത്തേതും അതെ, അത് പൊളിച്ചു. അന്നേരം പശുക്കൾ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ പശു ഇല്ലാതെ പൊളിച്ചിട്ട് വിറക് ഇടാനാക്കുക ഇതിന്. അതുകൊണ്ട് ഈ കഴുങ്ങ് ഇതെല്ലാം ഞാൻ ഇക്കൊല്ലം വെച്ചതാണ് ഇവിടെ. ഇതെല്ലാം എൻ്റെ ഇത് മേലെ റബ്ബർ പ്ലാവുണ്ട്. ചക്ക വയ്ക്കേണ്ട പ്ലാവെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ തേങ്ങയുണ്ട്. ഈ വളത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. എല്ലാം ഞാനിവിടെ വന്നതിന് ശേഷം പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് കണ്ട, അത് അസോള ടാങ്കിയാണ്. അസോള കോഴിക്ക് വേണ്ടിയിട്ട് ടാങ്കി ആക്കിയതാണ്. അസോള ഇടാൻ വേണ്ടിയിട്ട് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അസോള ആക്കിയതാണ്. അപ്പോൾ കോഴിനെ പിന്നെ എനിക്ക് മുട്ടയെല്ലാം ആക്കിയാലും കൊടുക്കാൻ ആളില്ല. അതുകൊണ്ട് കണ്ട ഇപ്പോൾ ഇത് വളം ഇടലാന്ന്. ചപ്പും ചവയിലും ഇട്ടിട്ട് വളമാക്കലാണ് ഇത്. ഉണ്ടോ, ഇതിപ്പം വളമാക്കലാണ്. കാണുന്നില്ലേ വളം? അത് ഇതിപ്പം വളമാക്കലാണ്. അസോള ടാങ്ക് ചെയ്ത് കാണുന്നില്ലേ വളം. ഇപ്പം ഇതിൽ എല്ലാ കാര്യവും ഇട്ട് കുറേ ചാണകം ഇട്ടിട്ട് വളമാക്കും. ഇങ്ങനെ ചെയ്യും. അത് കോഴിക്കൂടാണ്. 2-3 കോഴിക്കൂടുണ്ട്. 10-15 കോഴി ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കി. പിന്നെ എല്ലാ കാര്യവും കൊണ്ട് തേനീച്ച പെട്ടി ഉണ്ടായിരുന്നു. അതും ഒഴിവാക്കി. പെട്ടിയുണ്ട്. ഇപ്പം അത് കളഞ്ഞിട്ടില്ല. പക്ഷേ ഇതിങ്ങനെയാണ് ഉള്ളത്. ഇത് കണ്ട കുരുമുളക് ഉണ്ടാ. കുരുമുളക് വള്ളിയുണ്ട. കുരുമുളക് വള്ളിയുണ്ട. അതാ കുരുമുളക്. വാഴയുണ്ട്. ഇതാണ് താഴെ തോടാണ് കണ്ടാ. ഇതെൻ്റെ പച്ചക്കറി കൃഷിയാണ്. ഇതാണ് എൻ്റെ പച്ചക്കറി കൃഷി. ഇത് കണ്ട, ഇതാണ് എൻ്റെ പച്ചക്കറി കൃഷി. കാട് കയറിപ്പോയി. ഇനി ഇതെല്ലാം കുറേശ്ശെ പറിച്ചിട്ട് വൃത്തിയാക്കണം. എനിക്ക് അങ്ങനെ കൂടുതൽ എടുക്കാനാവില്ല. ചെറുങ്ങനെ കുറേശ്ശെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിലെല്ലാം കാണുന്നത് ആ വലുതെല്ലാം കളയുന്നത് പച്ച ചീരയാണ്. അത് ഞാനിപ്പോൾ കുറേ ദിവസമായി പറിച്ച് വെക്കുന്നു. ഇത് കണ്ട, അതാ തോട് കണ്ട. അങ്ങനെ തോടുണ്ട്. കഴിഞ്ഞതെല്ലാം ഇതിലെല്ലാ ഇതുമുണ്ട്. തോട് കണ്ട. തോട് നമ്മുടെ വീട്ടിൻ്റെ ഇട്ടയിലേക്ക് കൂടി തോടാണ്. ഇതിങ്ങനെ ആ വണ്ടയെല്ലാം പൂത്ത് തുടങ്ങി, കായ് ഉണ്ടായി തുടങ്ങി. അതാണ്ട വണ്ട പൂത്ത് തുടങ്ങി, കായ് ആയി തുടങ്ങി. ഉണ്ടോ വേണ്ട ആയി തുടങ്ങി. വെണ്ടെല്ലാം കായായി തുടങ്ങി. വെണ്ട കായായി തുടങ്ങി. വഴുതനങ്ങ ഉണ്ടായി തുടങ്ങി.
ഇതെല്ലാം കരിവേപ്പിലയുണ്ട്. കരിവേപ്പില കണ്ടാ, കരിവേപ്പില തായലെല്ലാം പൊടിച്ച് വരുന്നുണ്ട്. ഒരുപാട് തൈയാകുന്നുണ്ട് പൊടിച്ചിട്ട്. ഇത് കക്കരി ഇത്തിരി വളർന്നു, പന്തലുമ്പോൾ കയറാനായി. ഒരു ദിവസം കഴിയുന്നതിന് ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോഴേക്ക് നല്ലോണം കാണും, തിരിയും. ഇതാ കണ്ട, ഇതെല്ലാം കക്കരിയാണ്, പച്ചക്കറിയാണ്. ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ് കൊമ്പ് കൊത്തിയിട്ട് ഞാൻ നേരത്തെ അടി ഇട്ടതാണ്. ചപ്പിന് വേണ്ടിയിട്ട്, ഇതിന് വളമിടാൻ വേണ്ടിയിട്ട്, വളമാക്കാൻ വേണ്ടിയിട്ട് കുത്തി അടിയിട്ടതാണ്. അതും ആക്കിയില്ല. എനിക്ക് അത്രയും എടുക്കാൻ കഴിയില്ല, കൂടുതൽ എടുത്തുകൂടാ. കൂടുതൽ എടുക്കുമ്പം എനിക്ക് ആവില്ല. ഇത് കണ്ട, ഇതിവിടെ ഒരു ഇതാണ്, ഡ്രാഗൺ ഫ്രൂട്ടാണ്. 2 വെച്ചിന്. അത് തേച്ചും ഈ അച്ചിൽ തിന്നിട്ട് പോയി. കഴിഞ്ഞാലും ഞാൻ ഇടില്ലാതിന് ശേഷം എന്തെല്ലാം വായിപ്പോയി തിന്നു പോയി. മറ്റു നല്ല ഉഷാറായതായിരുന്നു. കഴിഞ്ഞാലും നട്ടതാണ്. ഇത് പയർ കൃഷിയാണ്. ഇത് കണ്ട, തോട്, ഇതിൻ്റെ തായലെല്ലാം നമ്മളെ ഈ തോട് വരെ, ഇത് തോട് കണ്ട, നമ്മളെ ഇതാണ്. അത് ആ സായലെല്ലാം ഇതെല്ലാം തേച്ച് നമ്മൾ തന്നെയാണ്. തോട് കണ്ട, നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. വെക്കാനെല്ലാം നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഇതിവിടെ വലിയൊരു കുഴിയാണ്. ഇങ്ങോട്ട് തീഞ്ഞ് പോകാനൊന്നും എനിക്കിപ്പോൾ ആവില്ല. ഇതെല്ലാം ഞാൻ തീഞ്ഞ് പോകുന്ന സ്ഥലമാണ്. എല്ലാം കുരുമുളകുണ്ട്, എല്ലാം ഉണ്ട്. കർമൂസ്, കപ്പക്ക, പപ്പായ എന്ന് പറയും, കർമൂസ് എന്ന് പറയും, കപ്പക്ക എന്ന് പറയും, കർമൂസ് എന്ന് പറയും, പപ്പായ എന്ന് പറയും, എല്ലാം പറയും ആളുകൾ, പലതും പറയും. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടിനെ പറ്റിയിട്ട് ഒന്ന് പരിചയപ്പെട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ പിന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ നട്ടതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കാട് വേച്ചും പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കണം. അതിപ്പോൾ ഒരു ദിവസം ഒന്നും പറിച്ച് വൃത്തിയാക്കാനാവില്ല. കുറേശ്ശെ എടുക്കുക. ഒരു ലേശം അത്രയേ ഉള്ളൂ. വയസ്സായ അമ്മേനെ നോക്കണം. എനിക്ക് കയ്യിൽ അത്രയും നടക്കാനാവില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ്. ഇത് ഉള്ളിയും വെളുത്തുള്ളിയും നട്ടതായത് കണ്ടോ. മുളച്ചില്ല, ഇന്നലെ ഞാൻ നട്ടതാണ്. മുളകൊന്നുമില്ല, അടിയിൽ നിന്ന് വേര് വരുന്നുണ്ട്. ഇത് കയ്പ്പയാണ്. ഇതും ചേമ്പാണ്. അത് കണ്ട ചേമ്പ്. പക്ഷെ അതിനൊന്നും പണിയെടുത്തിട്ടില്ല, മണ്ണിട്ടിട്ടില്ല. ആടെ പൊറുക്കി വെച്ച വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇക്കൊല്ലം ഞാനിവിടെ ഇല്ലാതുകൊണ്ടൊന്നും പണിയെടുക്കാൻ പറ്റിയിട്ടില്ല. വഴുതിനുണ്ട്, എല്ലാം നല്ല പണിയെടുത്താലെല്ലാം നല്ല ഉഷാറാകുന്ന തന്നെയാണ്. ഇതെല്ലാം ഇതിപ്പം വയ്യ നട്ട മഞ്ഞളായത്. 2 ഞാൻ ഇവിടുന്ന് പോകാനാകുമ്പോൾ ജൂണിൽ ശേഷം വിറ്റുണ്ടായിരുന്നു. അതെടുത്ത് അതിൽ ഇട്ടിട്ടേ ഉള്ളൂ, വേറെ ഒന്നും പണിയെടുത്തിട്ടില്ല. കണ്ടാ, എല്ലാം നിങ്ങൾ കണ്ടില്ലേ എല്ലാം. ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ വീട്, നിങ്ങൾ കണ്ടില്ലേ. എല്ലാ വാഴയുണ്ട്, കൊലയുണ്ട്, എല്ലാം ഉണ്ട്. വാഴയുണ്ട്, തെങ്ങുണ്ട്, കഴുങ്ങുണ്ട്, കുരുമുളകുണ്ട്, എല്ലാ അനുഭവങ്ങളും ഉണ്ട്. എല്ലാം കുറേശ്ശെ എല്ലാം അഡിക്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത്, ആരുമില്ല ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹകരിക്കണം, എന്നെ ഏറ്റെടുക്കണം എന്ന് അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.